നമ്മുടെ രാജ്യം 72ാമത് റിപ്പബ്ലിക് ദിനം ആചരിക്കുന്ന ഈ സുദിനത്തിൽ MES അസ്മാബി കോളേജിലെ ക്വിസ് ക്ലബും പൊളിറ്റിക്കൽ സയൻസ് വിഭാഗവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ദ ഗ്രേറ്റ് ഇന്ത്യൻ റിപ്പബ്ലിക് എന്ന ക്വിസ് കോമ്പറ്റീഷനിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. 15 ചോദ്യങ്ങളടങ്ങിയ ഒരു പ്രശ്നോത്തരിയാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണി വരെയായിരിക്കും ഈ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ടായിരിക്കുക. ഏറ്റവും അധികം ശരിയുത്തരം അയക്കുന്ന വ്യക്തിയായിരിക്കും ഈ മത്സരത്തിൽ വിജയിയായി മാറുക. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യൻ ഭരണഘടനയുമായി നേരിട്ട് ബന്ധമുള്ള ഈ വ്യക്തിയെ മരണാനന്തരം ഭാരത് രത്ന പുരസ്കാരം കൊടുത്ത് ആദരിക്കുകയുണ്ടായി. ആരാണ് ഈ വ്യക്തി? So the first question is, who is the Indian politician who won Bharat Ratna posthumously and is connected directly to the Indian Constitution? രണ്ടാമത്തെ ചോദ്യം ഒരു കവിതയിലെ ആദ്യത്തെ 2 വരികളാണ്. ഈ കവിത ഏത് സമാഹാരത്തിൽ നിന്ന് എടുത്തു എന്നും ഈ സമാഹാരത്തിന് ആമുഖം എഴുതിയ വ്യക്തി ആരും എന്നുള്ള 2 ചോദ്യങ്ങളാണ് രണ്ടാമത്തെ ചോദ്യത്തിൽ ഉള്ളത്. വരികൾ ഇതാണ്: Lightly, oh lightly, we bear her song. She sways like a flower in the wind of our song. So the second question is, from which collection the poem is taken from and who wrote an introduction to the collection? ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളുമായി ഡയറക്റ്റായിട്ട് ബന്ധമുള്ള ഒരു കവി അല്ലെങ്കിൽ കവയത്രിയാണ് ഇത്. മൂന്നാമത്തെ ചോദ്യം: 1838 കേരളം സന്ദർശിച്ച ഈ പാശ്ചാത്യൻ ആണ് നമ്മുടെ മലയാള ഭാഷയിൽ ഫുൾ സ്റ്റോപ്പ്, കോമ എന്നീ പങ്ക്ച്വേഷൻസ് ഉൾപ്പെടുത്തിയത്. So the third question is, name the westerner who visited Kerala in 1838 and introduced punctuations like full stop, comma, semicolon, etc. into Malayalam language. നാലാമത്തെ ചോദ്യം ഒരു ചിത്രത്തെ ആസ്പദമാക്കിയുള്ളതാണ്. ചിത്രം കാണാം. നാലാമത്തെ ചോദ്യം പ്രസിദ്ധനായ ഈ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ജീവചരിത്രം ഏതാണ് എന്നുള്ളതാണ്. The fourth question is, what is the name of the autobiography written by this famous freedom fighter? അഞ്ചാമത്തെ ചോദ്യം മുഖ്യമന്ത്രിയും MP-യുമായിരുന്ന ഇദ്ദേഹം ഇന്ത്യ ഒട്ടാകെ അറിയപ്പെട്ടത് ഇദ്ദേഹത്തിന്റെ പേരിൽ തന്നെയുള്ള ഒരു കമ്മീഷന്റെ നാമത്തിലായിരുന്നു. എന്താണ് ഈ കമ്മീഷന്റെ പേര്? Fifth question is, this former chief minister and MP became well known across India because of a commission that was named after him. Name the commission. ആറാമത്തെ ചോദ്യം ഈ വ്യക്തിയുടെ പ്രസിദ്ധമായ കൃതി തിരിച്ചറിയുക എന്നതാണ്. സ്കൂൾ തലത്തിൽ നമ്മൾക്ക് വളരെയേറെ പരിചിതമായ ഒരു കൃതിയാണിത്. Question number 6, identify the most famous work by this South Indian. It is something that you will come across on day-to-day basis during your school days. ഏഴാമത്തെ ചോദ്യം ഗുജറാത്തിലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഈ പ്രമുഖനായ വ്യക്തിയെ തിരിച്ചറിയുക എന്നതാണ്. The seventh question is, identify this famous person who was associated with the freedom movement in Gujarat. എട്ടാമത്തെ ചോദ്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ മിലിറ്ററി അവാർഡ് ഏതാണ് എന്ന് തിരിച്ചറിയുക എന്നതാണ്. Question number 8, identify this military award. ഒമ്പതാമത്തെ ചോദ്യം ഒരു റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളം പ്രദർശിപ്പിച്ച ഈ ടാബ്ലോയുടെ തീം എന്തായിരുന്നു എന്നതാണ്. Question number 9, identify the theme of the tableau from Kerala during a Republic Day. പത്താമത്തെ ചോദ്യം ഈ ചിത്രം ഒരു കൂട്ടം കലാകാരന്മാർ ചേർന്ന് സൃഷ്ടിച്ചതാണ്. ഈ ഗ്രൂപ്പിന്റെ ലീഡറിന്റെ പേരാണ് തിരിച്ചറിയേണ്ടത്. 10th question is, this picture was created by a group of artists. Name the leader of the team. 11ാമത്തെ ചോദ്യം
നമ്മുടെ കോളേജിലെ വിദ്യാർത്ഥികളായിരുന്ന ഈ 2 കുട്ടികൾക്ക് റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിച്ചിരുന്നു. ഈ 2 വിദ്യാർത്ഥികളെയും തിരിച്ചറിയുക. അവരുടെ പേരുകളാണ് ഈ ചോദ്യം. 11th question is, name these students from our college who got the opportunity to participate in a Republic Day parade. 12ാമത്തെ ചോദ്യം, ഈ വ്യക്തി ആരാണ്? അദ്ദേഹം ഗാന്ധിജിയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? 12th question is, who is this person and how is he connected with Gandhiji? 13ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇത് പ്രസിദ്ധമായ ഒരു ഇന്ത്യൻ നോവലിനെ ആസ്പദമാക്കിയുള്ള ഒരു ചോദ്യമാണ്. നോവലിലെ ഉദ്ധരണി തന്നിരിക്കുന്നു. 1ാമത്തെ ചോദ്യം, ഇത് ഏത് നോവലിസ്റ്റ് എഴുതിയതാണ്? 2ാമത്തെ ചോദ്യം, നോവലിൽ ഇത് ഏത് കഥാപാത്രമാണ് പറയുന്നത്? ഉദ്ധരണി ഇതാണ്. Independence meant little or nothing to these people. They did not even realize that it was a step forward and that all they needed to do was to take the next step. ... The 13th question is, who is the novelist of this extract and who is the character who uttered this dialogue? 14ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. പരാക്രം ദിവസ് എന്നാൽ എന്താണ്? 2ാമത്തെ ഭാഗം, എന്നാണ് അത് ആചരിച്ചത്? The 14th question is, what is Parakram Divas? When was it observed? 2 parts for the same question. And the last question for the day is, name the fighter plane we are exhibiting in the Republic Day parade today. The last question for the day is this: name the fighter plane we are exhibiting or we exhibited in the Republic Day parade today. So these are the 15 questions that are included in the quiz competition, The Great Indian Republic. 15 ചോദ്യങ്ങളും അവസാനിച്ചിരിക്കുന്നു. ഏറ്റവും അധികം ശരി ഉത്തരങ്ങൾ അയക്കുന്ന വ്യക്തിയായിരിക്കും വിജയി. താങ്ക് യു.